ഞാൻ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല ഹത്താ യകൂന ഹവഅഹു തബഅൻ ലിമാ ജീതു ബിഹി, ഞാൻ എന്തൊരാശയവുമായിട്ടാണോ വന്നത്, ഞാൻ എന്തൊരാദർശവുമായിട്ടാണോ വന്നത്, ആ വന്നതിനോട് മനുഷ്യന്റെ മനസ്സ് യോജിക്കാത്ത കാലത്തോളം, പിന്തുടരാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല. ഒരു ശരിയായ മുഅ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ അവന് സന്തോഷമാണ്. നബി തങ്ങൾ വിരോധിച്ചത് എന്താണെങ്കിലും അവൻ അതിനോട് വെറുപ്പാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഈമാനുണ്ടോ അവൻ അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ചതിനോട് സന്തോഷമുള്ളവനാകും. ഏതൊരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിരോധം പറഞ്ഞു അതിനോടവന്റെ മനസ്സിൽ വെറുപ്പാകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദബൻ ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ, ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഒരു ശരിയായ സത്യവിശ്വാസിയുടെ സമീപനം എന്താണ്? അവന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അവന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹു ജല്ല ജലാലുഹു അവന് കൊടുത്ത കാര്യം വളരെ സന്തോഷകരം തന്നെ, അത്ഭുതകരം തന്നെ. എന്താണ് കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു മുഅ്മിനായ മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. ഈമാനുള്ള മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റാർക്കും അതില്ല. മുഅ്മിനായ മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. എന്താണ് കാരണം? ഇന്ന അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു, അവന്റെ മനസ്സിനൊരു സന്തോഷം കൈവന്നാൽ ആ സന്തോഷത്തിൽ അവൻ മതിമറക്കുകയില്ല. അവൻ മതിമറന്നുകൊണ്ടൊന്നും അവൻ സംസാരിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല. മറിച്ച് അവന്റെ മനസ്സിൽ ഇതെനിക്ക് തന്നതെന്റെ റബ്ബാണ്, ആ റബ്ബിന് ഞാൻ നന്ദി ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ആരോഗ്യം റബ്ബ് തന്നു, ആ ആരോഗ്യം കൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. എനിക്കെന്റെ റബ്ബ് സമ്പത്ത് തന്നു, അത് ഞാൻ ആവശ്യത്തിന് ചെലവഴിക്കേണ്ടതുണ്ട്. എനിക്കെന്റെ റബ്ബ് നാവ് തന്നു, ആ നാവ് കൊണ്ട് ഞാൻ നല്ലത് മാത്രം സംസാരിക്കേണ്ടതുണ്ട്. അല്ലേ? മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം. അവിടുത്തെ മറുപടി തന്നെ ത്വയ്യിബുൽ കലാം വ ഇത്ആമു തആം, നല്ല സംസാരമാണ് ഇസ്ലാം. വ ഇത്ആമു തആം, ആഹാരം നൽകലാണ് ഇസ്ലാം. ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം മറ്റുള്ളവരെ തെറി പറയലല്ല, മറ്റുള്ളവരെ കുറ്റം പറയലല്ല, മറ്റുള്ള മനുഷ്യനെ നിസാരപ്പെടുത്തലല്ല. ഇസ്ലാം നല്ല സംസാരമാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകലാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. കൈകൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്, നാവ് കൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്. ഇങ്ങനെ നല്ലത് മാത്രം വിതരണം ചെയ്യുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വ യദിഹി, ഒരു ശരിയായ മുസ്ലിം, ശരിയായ മുഅ്മിൻ, അവന്റെ സ്വഭാവം എന്താണ്? അവന്റെ നാവ് കൊണ്ട് ശല്യമില്ല, കൈകൊണ്ട് ശല്യമില്ല. അങ്ങനെയുള്ള മനുഷ്യനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴും നന്ദി ചെയ്യണമെന്ന ബോധം. എനിക്ക് അല്ലാഹു ഇന്ന ഒരു നിഅമത്ത് ചെയ്തു, അത് ഞാൻ നന്ദി ചെയ്യണം. ഒരു പണ്ഡിതനാണോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് അല്ലാഹു തആല പറഞ്ഞ അറിവ് തന്നു, ആ അറിവ് ഞാൻ ജനങ്ങൾക്ക് എത്തിക്കണം, അതെന്റെ ബാധ്യതയാണ്. ഞാൻ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണം, എന്റെ ബാധ്യതയാണ്. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഒരു നല്ല കാര്യത്തിൽ പങ്കുചേരാൻ അവസരം തന്നു, ഞാൻ എന്റെ സമയം പൂർണ്ണമായി നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ ഞാൻ കാണണം. എനിക്ക് എന്ത് നിയമത്ത് അല്ലാഹു തന്നോ ആ തന്നതും ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. ഇത് നല്ല നിയമത്ത് ഒരു വിഷയത്തിൽ അല്ലാഹു തന്നാൽ അതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ സമീപത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഷാമിൽ കച്ചവടത്തിന് പോകുന്ന ആളാണ്, കച്ചവടത്തിൽ ബർക്കത്തുണ്ട്, മോശമൊന്നുമില്ല. ഞാനിപ്പോൾ എന്റെ കച്ചവടം മറ്റൊരു പ്രദേശത്തേക്ക്, ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഇറാഖിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഈ പ്രാവശ്യം ഞാൻ മറ്റൊരു സ്ഥലത്ത് ബിസിനസ് പോകാൻ തീരുമാനിച്ചിരുന്നു. പറഞ്ഞു പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഒരു സ്ഥലത്ത് ബിസിനസ് നടക്കുമ്പോൾ ആ
ആ സ്ഥലത്ത് അവൻ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ പോകുന്ന സ്ഥലത്തിന്റെ പോയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ അല്ലാഹുവിന്റെ നിയമത്തിൽ ഒളിച്ചോടാൻ പാടില്ല. നിയമത്തെ സംബന്ധിച്ച് ബോധം വേണം. അവൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഏത് കാര്യമാണ് ഖൈർ, അത് മുഅ്മിനായ മനുഷ്യനുള്ളതാണ്. ഏത് നന്മ കിട്ടിയാൽ അവൻ നന്ദി ചെയ്യും, ഖൈറായി. ഒരു പ്രയാസം അവന് സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകും. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട് എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയൂല. അവർ വേവലാതി പറയും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത ചില ജനങ്ങൾ. ഓ സഹോദരന്മാരെ, അത് ഈമാനുള്ളവന്റെ ലക്ഷണമല്ല. എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹു ഒരു മനുഷ്യന് തീരുമാനിച്ചത് മറികടക്കാൻ ഒരു ബുദ്ധി കൊണ്ടും സാധ്യമല്ല, സാമർഥ്യം കൊണ്ട് സാധ്യമല്ല, അധികാരം കൊണ്ട് സാധ്യമല്ല, ഒന്നുകൊണ്ടും സാധ്യമല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ആ ബോധമില്ലെങ്കിൽ നീ എന്നും പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു നിനക്ക് അംശയിച്ചു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം. എത്ര ഉണ്ടായാലും എന്ത് കിട്ടിയാലും സുബ്ഹാനല്ലാഹ് മനസ്സിന് സമാധാനമില്ലാത്ത ചില ആളുകളില്ലേ? എന്തുകൊണ്ടാണ്? അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ്. നിങ്ങൾ ഓർക്കണം, അല്ലാഹു ലോകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ അത് നടന്നേ പറ്റൂ, അത് സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരെയും ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കരണ്ടില്ല, അപ്പോഴേ കുറിച്ച് ദേഷ്യം ഭാര്യയോട് ദേഷ്യം. ചില മനുഷ്യന്മാരെ ഹാരാണ്, മക്കളെ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യയോട് ദേഷ്യം, എന്താ കരണ്ടില്ലാത്ത? ഇവള് പറഞ്ഞത് ഫീസ് അടിച്ചു. എന്നാ പിന്നെ നേരത്തെ തന്നെ നോക്കിക്കൂടായിരുന്നോ? നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഓഫീസ് വർക്കും ഇവള് നടത്തണം. ഇവൻ നേരത്തെ പോയി, ഇവന് കുറെ ദേഷ്യം പിടിച്ചു, ഇവിടെ പറയത്ത. അല്ലെങ്കിൽ എന്തോ ഒരു സാധനം കാണാതെ അപ്പോഴേക്ക് ദേഷ്യം പിടിച്ചു, അതിന് കുറേ എന്നിട്ട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു, ഭയങ്കര ചൂടായി സംസാരിച്ചു. വാസ്തവത്തിൽ അതിന്റെ ശ്രദ്ധിച്ചൂടായിരുന്നോ? അത് അങ്ങനെ ആയിക്കൂടായിരുന്നോ? ഇങ്ങനെ ആയിക്കൂടായിരുന്നോ? കുറേ കാര്യം ഏതൊരു മനുഷ്യനും ആലോചിക്കണം. പഠിക്കാൻ വേണ്ടി പറയണം, പഠിക്കാൻ വേണ്ടി പറയണം. അത് ഇനി മേലിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇനി മേലിൽ പാഠം പഠിക്കാൻ വേണ്ടി. ഇന്ന ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്, ആ ന്യൂനത സംഭവിച്ചത് ശരിയായിട്ടില്ല, അത് പരിഹരിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് പഠിക്കാൻ വേണ്ടി കീഴിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതേസമയം അത് പിന്നെ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരിക്കൽ പറഞ്ഞിട്ട് നിർത്തൂല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഓർമ്മിച്ച് വെക്കുക, എപ്പോഴും ആക്ഷേപിക്കുക. ഇങ്ങനെ ചില സ്വഭാവം കാണാൻ മനുഷ്യന്മാർ. ആ സ്വഭാവമുള്ള മനുഷ്യരിൽ നിന്ന് ജനങ്ങൾ അകന്നുപോകും. ആ കുടുംബക്കാരാണെങ്കിലും, സ്വന്തം മക്കളാണെങ്കിലും, ഭാര്യയാണെങ്കിലും, ശിഷ്യന്മാരാണെങ്കിലും, ആരാണെങ്കിലും അകന്നുപോകും. അതേസമയം മക്കളെ വിളിച്ച് ഉപദേശിക്കണം, ഒരു കാര്യങ്ങൾ അവർ മനസ്സിലായിക്കൊള്ളണം. ഇന്ന് ന്യൂനത സംഭവിച്ചിട്ടുണ്ട്, ഇനിമേൽ ന്യൂനത ഉണ്ടാകാൻ പാടില്ല. ഒരു കടയിൽ ബിസിനസ് നടത്തുമ്പോൾ സെയിൽസ്മാൻമാരാണ്, ജോലിക്കാരാണ്. അവരുടെ ബിസിനസ് രംഗത്ത് അവർക്ക് അപാകത സംഭവിച്ചതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരെ വിളിച്ച് സ്വകാര്യത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കും. ഇന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇവിടെ നോക്കേണ്ടതായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇനിമേൽ അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ അവർക്കും വിഷമം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് നന്ദിയാണ് അവർ മനസ്സിൽ തോന്നുന്നത്. നേരെ മറിച്ച് അതിന്റെ എങ്ങനെയാക്കാൻ എന്നെ കൊണ്ടാകി ഇങ്ങനെയാണ് എന്നൊക്കെ പോയി. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരു മനുഷ്യൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഇൻഫാദ അംരിൻ സലബ കുല്ലി ദീ ലുബ്ബിൻ ലുബ്ബഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം ഇവിടെ നടപ്പാക്കണം എന്ന് അവൻ തീരുമാനിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ, അവൻ അതിൽ ഇഷ്ടപ്പെട്ടാൽ സലബ കുല്ലി ദീ ലുബ്ബിൻ ലുബ്ബഹ. ഏത് ബുദ്ധിയുള്ളവന്റെ ബുദ്ധി അല്ലാഹു തരുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും, ഇയാൾ ഇത്ര വലിയ താമസമുള്ള ആളാണ്, ഇയാളെങ്ങനെ പടുങ്ങിൽ പോയി വീണത്, ഈ ഇത്ര വലിയ താമസമുള്ള ഈ മനുഷ്യൻ എങ്ങനെ ഈ പടുങ്ങിൽ പോയി വീണത് എന്ന് നമുക്ക് തോന്നും. ഇന്നല്ലാഹ ഇദാ അറാദ ഇല്ലാഹ അബ്ദിൻ നദഅ ഉഖൂല ബിജാലി ഹത്താ
أمره إلى أمره رد إليهم نقولهم ووقع في الندامة. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, ആളുകൾ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അറാദ ഇമ്മാഅ അംരിൻ, അല്ലാഹു ജല്ല ജലാലുഹു ഒരു കാര്യം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ നസഅ ഉഖൂല റിജാലി, നല്ല ആൺകുട്ടികളുടെ ബുദ്ധി അല്ലാഹു തആല നീക്കിക്കളയും. ഹത്താ യുഖ്ലിയ അംറഹു, അവന്റെ തീരുമാനം അവരിവിടെ നടപ്പാക്കും. ഫൈദാ അല്ലാഹു അവനെ നടപ്പാക്കി കഴിഞ്ഞാൽ റദ്ദ ഇലൈഹിം ഉഖൂലഹും, അവരുടെ ബുദ്ധി അല്ലാഹു തആല അവർക്ക് തിരിച്ചു കൊടുക്കും. ഇതെനിക്കിങ്ങനെ ഖേദമാണ്, ഞാനിങ്ങനെ ഇതിൽ പെട്ടുപോയത്, ഞാനിങ്ങനെ സംഭവിച്ചു പോയത്, ഇന്ന് ഇതിന് ഖേദം ഇങ്ങനെ ഉണ്ടാകും. ഇത് അല്ലാഹു ഒരു കാര്യം നടപ്പാക്കിയാൽ അത് മറികടക്കാൻ ഒരു ഹിക്മത്ത് കൊണ്ടും സാധ്യമല്ല. കേട്ടിട്ടില്ലേ സഹോദരന്മാരെ, റബ്ബിന്റെ മേലെ ശരിയായ തവക്കുൽ വേണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. കൊടുക്കുന്നവനല്ല, തടയുന്നവനല്ല, സംശയം വേണ്ട. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഒരാഴ്ച മുമ്പ് ഞാൻ വിദേശത്തേക്ക് പോകാനിരിക്കുന്നു. അപ്പോൾ എന്നോട് നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ള സ്കൂളുകളിൽ നിന്ന് ഒരു സ്കൂളിന്റെ മാനേജർ അദ്ദേഹം വിവരം അറിയിക്കുന്നു, നമ്മുടെ സ്കൂളിൽ ഒരു നാടകം കളിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് പറയുന്നെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അയൽവാസികൾക്ക് നമുക്ക് എതിരായി പോകും. ഞാൻ പറഞ്ഞു, അവരോട് സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ഡിതന്മാർ, മോമിനികളും അധ്വാനിച്ച് എത്രയോ മുസ്ലിമീങ്ങളും മോമിനികളും സംഭാവന തന്ന് നേർച്ച നൽകാൻ നമ്മുടെ സ്കൂൾ മദ്രസയുണ്ടാക്കുന്നത് അത് ഒരു മതപരമായ ആശയത്തിന് എതിരായി അത് ഉപയോഗിക്കുന്നത്, അതിന് സഹായിച്ച ഒരാളും ഇഷ്ടപ്പെടില്ല, ഞങ്ങളും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് നമുക്ക് തരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് വേറെ എന്തെങ്കിലും ഹലാലായ കാര്യത്തിലാണെങ്കിൽ കൊടുക്കാന്ന് പറയണം. അവർക്ക് അവിടെ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളത് സുബ്ഹാനല്ലാ, കൊടുക്കുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു ആ സ്കൂൾ എടുക്കുന്നത് പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായപ്പോ നാട്ടുകാരായ ആൾക്കാരെ പോയി മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ആ രാജ്യത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു നാടകത്തിന് ചോദിച്ചിട്ട് കൊടുക്കാത്ത സ്കൂളാണ്, അങ്ങനെ ആയാൽ ജനങ്ങൾ സഹകരണം. അദ്ദേഹം പറഞ്ഞൊക്കെ ശരിക്കും കേട്ടു. അതിനുശേഷം നമ്മുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സ്കൂളിലും മദ്രസയിലൊക്കെ ഗവൺമെന്റിന്റെ പരിപാടിക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, അതുപോലെ ഗ്രാമസഭ ചേരാൻ കൊടുക്കാറുണ്ട്, പലതിനും കൊടുക്കാറുണ്ട്, തെറ്റല്ലാത്ത എല്ലാ കാര്യത്തിനും കൊടുക്കാറുണ്ട്. പക്ഷേ നാടകം കളിക്കാൻ കൊടുത്തത് ഞങ്ങളെ മതത്തിൽ പറ്റാത്തതുകൊണ്ട് നാടകം കളിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല. നിങ്ങളാരും നേരെ ചോദിക്കേണ്ടിയിരുന്നു. ആ പ്രസിഡന്റ് എഴുന്നേറ്റ് പറഞ്ഞു, വളരെ സംതൃപ്തിയുള്ള മറുപടിയാണ്, ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുകയില്ല, അവർക്ക് കൊടുക്കുകയും വേണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് തവക്കുൽ വേണം, അല്ലാഹുവിന്റെ മേൽ തവക്കുൽ വേണം. നമ്മൾ ഹറാമും ഹലാലും ചിന്തിക്കാതെ ജീവിക്കേണ്ടതില്ല. ആരുടെ മുന്നിലും നമ്മുടെ ദീൻ പറയാൻ വെക്കേണ്ടത് നമ്മൾ നമ്മളുടെ ദീനനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഏത് ജനങ്ങളുടെയും ഏത് വ്യക്തികളുടെയും ഹൃദയം തിരിക്കുന്നവൻ അല്ലാഹുവാണ്, സഹായം നൽകുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എവിടെയും അത് നമ്മളെ മനസ്സിലാക്കുക. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു ഒരു ദിവസം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. മൂപ്പർക്ക് ഇങ്ങനെ മലഞ്ചെരുവിലൂടെ താഴ്വരയിലൂടെ ഇങ്ങനെ പോകാൻ. അപ്പോഴത്തെ ഒരു കാക്ക ഒരു 10 ഇങ്ങനെ പോകുന്നു. ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, ആ കാക്ക അങ്ങനെ വെറുതെ ഒരു 10 കൊത്തിയിട്ട് ഇങ്ങനെ ദൂരെ പറക്കൂല, അവിടെ ഞാൻ അടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെയാണ് കാക്ക സാധാരണ ഇത്ര ദൂരെ പറക്കേണ്ടില്ല. എന്തോ ഒരു രഹസ്യം ഉണ്ടാവില്ല. പിന്നാലെ അരിക്കുന്നതിനാറുള്ള പിന്നാലെ പോയി. സുബ്ഹാനല്ലാഹ്, ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കയ്യും കാലും ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നെഞ്ചിലിരുന്നിട്ട് ഈ 10 കഷ്ണം കാക്കയിൽ ഇങ്ങനെ കൊത്തി തൊള്ളയിലിട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അതിങ്ങനെ നോക്കിക്കണ്ടു. അതൊക്കെ അദ്ദേഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ കാക്കയെന്ന് മറന്നുപോയി. സമീപത്ത് എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കഥ? അദ്ദേഹം പറഞ്ഞു, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മനുഷ്യനാണ് ഞാൻ, പക്ഷേ എന്നെ കള്ളന്മാർ പിടികൂടി, എന്റെ വസ്തുക്കളൊക്കെ തട്ടെടുത്തു പോയി, എന്നെ പിടിച്ചു കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു. 4-5 ദിവസം ഞാൻ പട്ടിണി കിടന്നു. പിന്നെ ഞാൻ എന്റെ റബ്ബിനെ വിളിച്ചു. റബ്ബിനോട് ഞാനിന്ന് പറഞ്ഞു, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാ
ഫർഹംനി. ഓ റബ്ബേ, നിന്റെ ഗ്രന്ഥമായ ഖുർആനിൽ നീ പറഞ്ഞതല്ലേ, അമ്മയിൽ പ്രയാസം കുടുങ്ങിയ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനാരാണ് എന്ന് നീ പറഞ്ഞതല്ലേ. ഞാൻ ഏറ്റവും പ്രയാസത്തിൽ കുടുങ്ങിയവനാണ് റബ്ബേ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ. ഞാൻ എന്റെ റബ്ബിനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, അത് മുതൽക്ക് എനിക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുതരാ ഒരു കാക്കയെ അല്ലാഹുവിനെ സംവിധാനിച്ചു. മാലിക് ദീനാറുൽ അല്ലാഹു പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കെട്ടം കഴിച്ചു. ആ കെട്ട് കഴിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ എന്റെ കെട്ടം കഴിച്ചു. ഞങ്ങൾ ഒന്നായി ഇങ്ങനെ പോവുകയാണ്, വഴിയിലൂടെ പോവുകയാണ്. ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല. ഞാനിങ്ങനെ നോക്കി. ആ ഇങ്ങനെ നടക്കുമ്പോ താഴ്വരയിൽ ഒരു സ്ഥലം, അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന തടാകം, ഒരു കുളം പോലുള്ള സ്ഥലം. ഞങ്ങൾ ആ കിണറ്റിന്റെ ആ കുളം പോലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഒന്നായിട്ട് അടുത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതിന്റെ ചുറ്റുഭാഗത്ത് കുറെ മാനുകൾ വന്നു. ഈ മേലെ പൊങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് മാനുകൾ ഇങ്ങനെ കുടിക്കുകയാണ്. ആ മാനുകൾ ഇങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഞാനങ്ങ് പറഞ്ഞുപോയി, അൽഹംദുലില്ലാഹി അത് വജദനൽ കുളവും കിണറുമൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലാഹു നമ്മളെ എത്തിച്ചല്ലോ, വെള്ളം കിട്ടിയല്ലോ. ആ വെള്ളം കണ്ടപ്പോൾ ഞാനെന്ന് പറഞ്ഞു, ഞാനെങ്ങനെ ആ കിണറ്റിന്റെ സമീപത്തേക്ക് ഞങ്ങൾ ഒന്നായിട്ട് അങ്ങ് ചെല്ലുമ്പോ എല്ലാ മാനുകളും അങ്ങ് ഓടിപ്പോയി. ഞങ്ങൾ കിണറ്റിന്റെ കുളത്തിന്റെ സമീപത്തങ്ങ് തുമ്പഴേക്ക് സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ. മേലെ പൊങ്ങി നിൽക്കുന്ന വെള്ളം അതാ ഞങ്ങൾ അടുക്കുന്നതിനനുസരിച്ച് വെള്ളം താഴോട്ട് വറ്റി എന്നിറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, വെള്ളം പിന്നെ നോക്കുമ്പോ കിണറ്റിന്റെ അടിഭാഗത്ത് വളരെ താഴെയാണ് വെള്ളമുള്ളത്. മേലെ നിന്ന് മാനുകൾ കുടിച്ച വെള്ളം വളരെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ സമീപത്തേക്ക് ചെന്നു. ഉടനെ തന്നെ ഞാൻ എന്റെ ബക്കറ്റും കയറും ഉപയോഗിച്ച് കിണറ്റിൽ ഞങ്ങൾ വെള്ളം കോരിയെടുത്തു. അത് കുടിച്ചതിന് ശേഷം ഞാൻ എന്റെ റബ്ബിനോട് ഞാനെന്ന് പറഞ്ഞു, യാ റബ്ബി لا يركعون ولا يسجدون فسقيتهم على وجه الأرض ونحن احتجنا إلى 100 ذراع. എന്റെ റബ്ബേ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. ഞങ്ങൾ സുജൂദ് ചെയ്യുന്ന ജനങ്ങളല്ലേ, റുകൂഅ് ചെയ്യുന്ന ജനങ്ങളല്ലേ? ഈ മനുഷ്യരായ ഞങ്ങൾ ഇവിടെ വന്നപ്പോ 100 മുഴത്തോളം നീ വെള്ളം താഴേക്ക് കൊണ്ടുപോയിട്ട് കിണറ്റിൽ ബക്കറ്റും കയറിട്ട് അത് കോരിയെടുക്കേണ്ടി വന്നല്ലോ റബ്ബേ. അതേ സമയത്ത് സുജൂദും റുകൂഅും ചെയ്യാത്ത ഈ മാനുകൾ, അവർക്ക് നീ മേലെ തന്നെ വെള്ളം കൊടുത്തല്ലോ റബ്ബേ. അപ്പോഴല്ലേ ഞാൻ മറുഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആരാണ് പറയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. മാനുകൾ അതിന് വെള്ളം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ കയറുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ ബക്കറ്റുണ്ടല്ലോ, അങ്ങനത്തെ ചിന്തയൊന്നും ആ മാനുകളെ മനസ്സിലൊരിക്കലും വന്നിട്ടില്ല. മാനിന്റെ മനസ്സിലുള്ളത് ഞങ്ങളെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ഞങ്ങൾക്ക് വെള്ളം തരുമല്ലോ. ഭൂമിയിലുള്ള മുഴുവൻ ജീവികൾക്കും ഭക്ഷണം നൽകുമെന്നത്, വെള്ളം നൽകുമെന്നത് അള്ളയെ കുറിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മാനുകൾ ഒരിക്കലും തന്നെ നാളെ എവിടുന്നാണ് ഭക്ഷണമെന്ന വിഷയത്തിൽ ടെൻഷനായിട്ടില്ല, നാളെ എവിടുന്നാണ് വെള്ളമെന്ന കാര്യത്തിൽ ബേജാറായിട്ടില്ല. ആ മാനുകൾക്ക് ഒരിക്കലും തന്നെ മനസ്സിന് ടെൻഷനില്ല. ആ മാനുകൾ പരിപൂർണമായി റബ്ബിൽ തവക്കുലാക്കിയിട്ട്, റബ്ബേ നീ വെള്ളം ഞങ്ങൾക്ക് തരുമല്ലോ, നീ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമല്ലോ, ആ ചിന്തയിൽ അവർ പൂർണ്ണമായി എന്നിലേക്ക് തവക്കുലാക്കിയ ജീവികളാണ് മാനുകൾ. അതിന് ഞാൻ എളുപ്പത്തിൽ ഭക്ഷണം കൊടുത്തു മാനിക്കുന്നതിനാറെ. അതേ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ബക്കറ്റില്ലേ, നിങ്ങളുടെ കയ്യിൽ കയറില്ലേ, അതുകൊണ്ട് വെള്ളം നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നലില്ലേ?
അങ്ങനെ തന്നു. ആ മാനുകൾക്കല്ലാതെയും കൊടുത്തു. കൊടുക്കുന്നവൻ ഞാൻ തന്നെയാണ്. മാലിക് ഇബ്നു ദീനാർ, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ മറുഭാഗത്ത് വെച്ച് ശബ്ദം കേൾക്കുകയാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ ഹിക്മത്ത് കൊണ്ട് ഞാനതിന് നേടും, എന്റെ അധികാരം കൊണ്ട് ഞാനങ്ങ് തിരിക്കും, എന്റെ പണം കൊണ്ട് ഞാനിങ്ങ് നേടിയെടുക്കും, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ അവനെ പാഠം പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു ധാരണയും ഒരു മനുഷ്യന്റെ മനസ്സിലും ഒരിക്കലും തോന്നിപ്പോകണ്ട. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയാലോ അവനൊരിക്കലും നമ്മെ പാഴാക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അഫ്വാൻ മുസ്ലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇനി നിനക്കിവിടെ ഭക്ഷണമില്ല, ജോലിയില്ല, പോയിക്കോ. രാജാവ് പിരിച്ചുവിട്ടതോ മഹാനായ അഫ്വാൻ മുസ്ലിം റളിയല്ലാഹു അൻഹു ഓതി. എന്താണ് ഓതിയത്? നിങ്ങൾക്ക് അതാ ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതൊക്കെയും ഉണ്ട് എന്ന് പറയുന്ന ആയത്തിൽ മോദിക്ക്, ഓ രാജാവേ, ദുനിയാവിലെ ഭക്ഷണമല്ലേ നിങ്ങൾക്ക് മുടക്കാൻ കഴിയൂ, ആകാശത്തിലുള്ളത് മുടക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ എന്ന് പറഞ്ഞ് തവക്കുലാക്കി ഇറങ്ങിപ്പോയ മഹാനായ സാലിബിൻ മുസ്ലിം വീട്ടിലെത്തുമ്പോഴേക്ക് പട്ടിണി കിടക്കുന്ന മക്കളുണ്ട്, ധാരാളം കുടുംബങ്ങളുണ്ട്. ഒരു വേദനാദിയും മനസ്സിലില്ല. ഞാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയവൻ, എനിക്ക് വേണ്ടത് എന്റെ റബ്ബ് തരുമെന്ന് ഉറപ്പിച്ച മഹാനായ സാലിബിൻ മുസ്ലിം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് വാതിലിൽ വന്നൊരാൾ മുട്ടുന്നു, വാതിൽ തുറക്കുന്നു. ഒരു മാസത്തിലുള്ള ശമ്പളത്തിന്റെ തുക മഹാനായ സാലിബിൻ മുസ്ലിം കയ്യിൽ വെച്ചുകൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, എല്ലാ മാസത്തിലും ഈ തുക നിങ്ങൾക്ക് ഞാനും എത്തിക്കും കേട്ടോ, നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ മേലായിരിക്കണം നമ്മുടെ തവക്കുൽ. നമ്മൾ ജോലിയെടുക്കണം, ചെറുപ്പക്കാരെ, ജോലിയെടുക്കണം, കാരണങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷേ കാരണം കൊണ്ട് കാര്യം നേടാൻ കഴിയുമെന്ന് തോന്നിപ്പോകരുത്. രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് കുടിക്കണം, രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, ചികിത്സിക്കണം, ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യണം, സൂചി വേണ്ടി വന്നാൽ സൂചി വെക്കണം, ടെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വേണം, ഒരു ടെസ്റ്റ് കൊണ്ടും ഒരു ചികിത്സ കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും ഒരു മുസ്ലിയാരെ കൊണ്ടും ഒരു തങ്ങളെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും ഒരു വലിയനെ കൊണ്ടും ഒരു നബിയെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും ഒരു യന്ത്രം കൊണ്ടും ഒരു തന്ത്രം കൊണ്ടും ഒരു മന്ത്രം കൊണ്ടും ഒരു കാര്യം കൊണ്ടും അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ, അവൻ നടപ്പാക്കുന്നതല്ലാതെ, അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കും നേടിയെടുക്കാൻ സാധ്യമല്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. ഒരിക്കലും മരണം സംഭവിക്കാത്ത, എപ്പോഴും ഹയാത്തിൽ തന്നെ നിൽക്കുന്ന റബ്ബിന്റെ മേൽ നിങ്ങൾ സർവസ്വവും ഏൽപ്പിക്കുകയും. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, നിങ്ങളെ രക്ഷണം അവരുടെ റബ്ബിന്റെ മേൽ അവരെ ഏൽപ്പിക്കുന്നവരാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചോദിച്ചില്ലേ, ഇന്നൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ എന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസികളുടെ ലക്ഷണമെന്ന് പറയുന്നത് ഫഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിന്റെ മേൽ പരിപൂർണ്ണമായി ഏൽപ്പിക്കുന്നവരാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിന്റെ മേൽ ശരിക്കൊരു മനുഷ്യനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബുഹു, അവനെ അല്ലാഹു മതിയാക്കുന്നവനാണ്. ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഭാവി ജീവിതം എന്ത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ സ്ത്രീധനം ചോദിക്കേണ്ടവരല്ല, സ്ത്രീധനം വാങ്ങേണ്ടവരല്ല, സ്ത്രീധനത്തിന് പേയേണ്ടവരല്ല. മറിച്ച്
എന്റെ ജീവിതം നയിക്കുന്ന ഒരു അല്ലാഹുവാണെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ സ്ത്രീധനം ചോദിക്കാതെ വിവാഹം കഴിക്കണം. അഭിമാനത്തോടെ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കണം. പാവപ്പെട്ട ധാരാളം പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ പ്രയാസം നേരിടുന്നു. കാരണം ചോദിക്കുന്നത് കൊടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ യാചിക്കേണ്ടി വരുന്നു. അതിന്റെ പേരിൽ തലകുനിച്ച് നടക്കുന്നു. അതിന്റെ പേരിൽ മുസ്ലിം സഹോദരന്മാര് പെൺകുട്ടികൾ ധാരാളം വഴിയാടാകാൻ പോകുന്നു. പലപ്പോഴും പലരുടെയും പിന്നാലെ ഇറങ്ങിപ്പോകാൻ കാരണമാകുന്നു. അല്ലാത്ത സാമൂഹ്യമായ ഒരു പ്രശ്നം തന്നെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സഹോദരന്മാരെ, നമ്മൾ പരമാവധി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നന്മയിൽ പങ്കാളികളാകാൻ കഴിയുമോ പങ്കാളിയാകണം. സ്ത്രീധനം വാങ്ങൽ ഹറാമ്, കൊടുക്കൽ ഹറാമ് എന്നൊന്നും പത്ത് കൊടുക്കാൻ ആരും പോകണ്ട. അതേസമയം നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഒരു കാര്യം ഹറാമാണെന്ന് പറയണോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയണോ, അതിന് വ്യക്തമായ തെളിവ് വേണം. അതിന്റെ പുറമെ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് അവൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന ധനവും സ്ത്രീയുടെ ധനമാണ്. പൊരുത്തപ്പെടാതെ വല്ലവരും പിടിച്ചു പറിച്ചു വാങ്ങിയാലോ, അല്ലെങ്കിൽ ഹയാൽ കൊണ്ട് വാങ്ങിയാലോ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയാലോ അതും സ്ത്രീധനമാണ്. പൊരുത്തപ്പെട്ടൊരു മനുഷ്യനൊരാൾക്കൊരു വസ്തു കൊടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. അതേസമയം ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും അതുപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടും മനസ്സിന് സംതൃപ്തി ഇല്ലാതെ കിട്ടുന്ന സ്വത്ത് അതിനെപ്പോഴെങ്കിലും ബറക്കത്തുണ്ടോ, സന്തോഷമുണ്ടോ? അതിനാൽ ചെറുപ്പക്കാരെ, സ്ത്രീധനം അത് വാങ്ങിയിട്ടേ വിവാഹം കഴിക്കൂ എന്നൊരു ചിന്ത നമുക്കുണ്ടാകരുത്. നമുക്ക് തരുന്നവനല്ല, തടയുന്നവനല്ല. ഈ ചിന്തയിൽ വിവാഹത്തിന് മുതിരണം. നേരത്തെ ഇവിടെ മർക്കസ് സഖാഫത്ത് സുന്നയുടെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് ജില്ലയിലെ നേതാക്കന്മാർ വന്നപ്പോ വാഹാത്തങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്ത് ഇവിടെ സമാപിച്ചു. തങ്ങളവர்கள் യതീമക്കൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും മറ്റും വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ പലസ്ഥലങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർക്ക് കൊടുത്ത കവർ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള കവർ ഇവിടെ സ്വീകരിച്ചു. ഞാനീ പറയുമ്പോഴേക്ക് ഓർമ്മ വന്നു പാഹാത്തങ്ങളെ പറ്റിയിട്ട് ഓർമ്മ. ഉസ്താദവർക്ക് സഹീഹുൽ ബുഖാരി എടുത്തുള്ള സദസ്സ് 10-800ഓളം വലിയ വലിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇരുന്ന് ദർസ് കേൾക്കുന്ന സദസ്സ്. അതാണ് മർക്കസിലെ സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ്. 10, 600, 700, 5-10 കൊല്ലം കിതാബുകൾ ഓതിപ്പടിച്ച കുട്ടികൾ ഇരുന്നിട്ട് ഉസ്താദ് സഹീഹുൽ ബുഖാരി അവർക്ക് ഒന്നായിട്ട് ദർസ് നടത്തും, മൈക്ക് വെച്ച് ദർസ് നടത്തും. അതിൽ ബീഹാറിലുള്ള കുട്ടികളുണ്ടാവും, യു പിയിലുള്ള കുട്ടികളുണ്ടാവും, കാശ്മീരിലുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ തമിഴ്നാട്ടിലെ കുട്ടികളുണ്ടാവും, കർണാടകയിലെ കുട്ടികളുണ്ടാവും. അങ്ങനെ പല ഭാഷക്കാരും പല നാട്ടുകാരും ഉണ്ടാവും. മലയാളികളായ കുട്ടികളും ധാരാളം ഉണ്ടാവും. ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒറ്റ ചോദ്യം, ആരാണ് സ്ത്രീധനം വാങ്ങാതെ ഞാൻ നിക്കാഹ് നടത്തും എന്ന് എന്റെ കൈ പിടിച്ചിട്ടു, ഇപ്പോ എന്റെ കൈ പിടിച്ചിട്ടു തയ്യാറുണ്ട്? ഒരൊറ്റ ചോദ്യം. വാഹങ്ങൾ എഴുന്നേറ്റ് ഞാൻ ഒരു കൈ വിടൂ. സ്ഥലം ചേർന്ന് വെച്ചു, തങ്ങൾക്ക് പോയി. ഇപ്പൊ തങ്ങൾക്കെന്തെങ്കിലും ജയിച്ചോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലക്ഷ്യമില്ല. ഞാൻ പറഞ്ഞത് അല്ലാഹുവിനോട് കൊടുക്കുന്നവൻ അള്ളാഹുവിനോട് തടയുന്നവൻ ഓർപ്പിക്കണം. അതോർപ്പിച്ചൊരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങിയ ഒരഭിമാനവും ഒരു സ്ഥലത്തും പണയം വെക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുക. അല്ലാഹുവിന്റെ മേൽ ഒരാൾ ഏൽപ്പിച്ച അവന് അല്ലാഹു മതി. ബഹുമാനപ്പെട്ട ശേഷം ആക്കിയിട്ടുന്നുണ്ട്. ഞാൻ ഉസ്താദിന്റെ കൂടെ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടിനോട് പറഞ്ഞു, നീ ബയല് പറയുന്നത് ഞാൻ മർക്കസ് സുഖാബിനെ ബയല് പറയാൻ പോകുന്നതിന് മുമ്പ്, മർക്കസ് സുഖാബിനെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എത്രയോ കൊല്ലം ബയല് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മർക്കസിൽ പഠിക്കാൻ പോകും. ഉസ്താദവകൾ കല്ലിക്കട്ടിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രസംഗിച്ചു, ഈ ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേട്ടു. ശേഷം ഉസ്താദ് പ്രസംഗിച്ചു. പോകുന്ന സമയത്ത് ഈ മർക്കസിലേക്ക് വന്നോന്ന് പറഞ്ഞു എന്നെ ക്ഷണിച്ചു. അതോടുകൂടെ അന്ന് ഞാൻ ഇരുന്ന കുപ്പായം ഫുള്ളായിട്ട് ബട്ടന് താഴോളം തുറന്നിരുന്ന കുപ്പായം
കുപ്പായമായിരുന്നു എന്നതാണ്. എന്നോട് പറഞ്ഞു ഈ കുപ്പായം മാറ്റിയിട്ട് ഈ മുസ്ലിംമാരുടെ സൈസ് കുപ്പായം നോക്കണോ. അപ്പൊ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഞാൻ ഇട്ട കുപ്പായവും അങ്ങനത്തെ ഒരു കുപ്പായം ഞാൻ ഇന്നിട്ട് നിങ്ങൾ പറഞ്ഞു വന്നാണ് സാധാരണ നിങ്ങൾ ഇങ്ങനെയല്ല നീതിയോടോ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ മർക്കസ് കാസ്റ്റിൽ പഠിക്കാൻ വേണ്ടി മർക്കസിൽ പോയി ഉസ്താദിനെ പറ്റിയിട്ട് സ്വകാര്യത്തിൽ ഉപദേശിച്ചു. വയറ് പറഞ്ഞിട്ട് വരുമ്പോ പല നാട്ടുകാരും ഹദിയയായിട്ട് കൈക്കൊള്ളുന്ന ഒരു സംഖ്യതയുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ അത് എണ്ണി നോക്കാൻ പാടില്ല, എത്ര കിട്ടി എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ ഒരിക്കലും എണ്ണി നോക്കാറില്ല, നീ എണ്ണി നോക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു അതിന്റെ കാരണം അതെങ്കിലും നിനക്ക് കൊടുക്കേണ്ട ആവശ്യത്തിന് എണ്ണുന്ന സമയത്ത് കൂട്ടത്തിൽ എണ്ണി പോകാനല്ലാതെ എത്ര കിട്ടി നോക്കാൻ വേണ്ടി എണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കാറില്ല. എന്താ കാരണം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ സംഖ്യ കുറവാണെങ്കിൽ പിന്നെ ഒരു സമയത്ത് അവർ വിളിച്ചാൽ അവിടെ പോകാൻ ചിലപ്പോൾ സമയമാവില്ല. കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് പോകാൻ താല്പര്യമാവും. പിന്നെ അതായത് പൈസയ്ക്ക് വേണ്ടിയുള്ള വേലാണ്. അതൊരിക്കലും ദീനിന് വേണ്ടിയുള്ള വേലല്ല, ആശ്രമത്തിന് വേണ്ടിയുള്ള വേലല്ല. എന്നെ വിളിച്ച് ഉപദേശിച്ചു. എനിക്കത് ഓർമ്മയും വരും. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഒരു പ്രശ്നവും റബ്ബിന്റെ അടുക്കൽ ഒരാൾക്കും സംഭവിക്കുകയില്ല. റബ്ബിന്റെ മേൽ തവക്കുലാക്കണം. ومن يتوكل على الله فهو حسبه ومن يتوكل على الله فهو حسبه അല്ലാഹുവിന്റെ മേൽ വല്ലവനും ബലമേൽപ്പിച്ചാൽ فهو حسبه അല്ലാഹു അവനെ മതിയാക്കുന്നവൻ തന്നെ. പ്രത്യേകിച്ച് ഉസ്താദുമാർ നൽകുന്ന ഉപദേശങ്ങൾ, അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ, ആഹ്റം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ നൽകുന്ന ഉപദേശങ്ങൾ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത് മനുഷ്യന് പരാജയം സംഭവിക്കില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ നൽകുന്ന ഉപദേശങ്ങൾ, അത് ജീവിതത്തിൽ വളർത്തി ജീവിക്കുന്നവന് പ്രയാസങ്ങൾ സംഭവിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ മേൽ തവക്കുലാക്കി നമ്മുടെ ജീവിതം നയിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. കൂടുതലായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, മഹാനായ ഹാക്കിമുൽ റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മഹാൻ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ധാരാളം സന്താനങ്ങളുണ്ട്, ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. ഒരു ദിവസം 5 വയസ്സിൽ കയ്യിലില്ല, ഒരു സംഗതിയും കയ്യിലില്ല. അങ്ങനെ ഇരുന്ന് മക്കളെ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോ അവരെന്തോ ഒരു കാരണത്താൽ ഹജ്ജിനെ കുറിച്ച് തന്നെ സംസാരിച്ചു. ഹജ്ജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹാജമെന്ന തങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമെന്ന് വന്നു. അദ്ദേഹം അവിടെ നിന്ന് സംസാരത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം കണ്ടിരങ്ങ് നിറഞ്ഞപ്പോ സന്താനങ്ങളും കുടുംബങ്ങളും അടങ്ങുന്ന സ്ഥലത്ത് കയറി ചെന്നിട്ട് പറഞ്ഞിട്ട്, ഓ കുടുംബങ്ങളെ, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് വലിയൊരു വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഞാൻ പോകുന്നതിന് നിങ്ങളൊന്ന് സമ്മതം തരുമോ? ഭാര്യയും കുട്ടികളുമൊക്കെ പറഞ്ഞു, ഇവിടെ ഒരു നയാകാശിനും ഗതിയില്ലാത്ത ഈ സമയത്ത് നിങ്ങൾ ഹജ്ജിന് പോകുന്നതെങ്കിൽ ഞങ്ങൾ സമ്മതം തരും. ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വാപ്പ ഹജ്ജിന് പോകുമ്പോൾ അതിന് സമ്മതം കൊടുക്കാതിരിക്കുന്നത്? ഒരിക്കലും നിന്റെ ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല. വലൈസത് റസാഖിൻ, ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല. ബാപ്പ ഭക്ഷണം കൈമാറുന്ന ആളാണ്. അല്ലാഹുവിന്റെ ഭക്ഷണം നമുക്ക് കൈമാറുന്ന ആളാണ് നമ്മുടെ ബാപ്പ. ഒരിക്കലും തന്നെ ഭക്ഷണം തരുന്ന ആളല്ല. ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്. ഈ ചെറിയ കുട്ടി പറയാണ്, അതുകൊണ്ട് ബാപ്പയ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടോ? ബാപ്പാനെ വിട്ടുകൊരു കൂട്ടമുള്ള സ്ഥലത്ത് പോയി വരട്ടെ. ഇതന്നെ പറഞ്ഞപ്പോ മറ്റുള്ള മക്കളും അതുപോലെ ഭാര്യയും മുടക്കം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങളും അത് അംഗീകരിച്ചു. നിങ്ങൾ നിങ്ങളെ വാർത്തയിൽ ഹജ്ജിന് പോയിക്കോളൂ. ആ സമ്മതങ്ങൾക്ക് സമ്മതം കിട്ടി. മഹാനവരുകൾ പുറപ്പെട്ടു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരെ കയ്യിലൊന്നുമില്ല. ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോ നാട്ടിന്റെ 4 ഭാഗത്തും വീട്ടിന്റെ 4 ഭാഗത്തുമുള്ള ജനങ്ങൾ ഇറങ്ങി വന്നു. ഈ കുടുംബം പട്ടിണിയാകുമെന്ന് കണ്ട് ഓരോരുത്തരും ആക്ഷേപിക്കുകയാണ്. എന്തിന് നിങ്ങൾ പറഞ്ഞേറ്റു, എന്തിനു പോകാൻ സമ്മതിച്ചു? ഓരോരുത്തരും ആക്ഷേപം പറയുകയാണ്. അപ്പൊ പിന്നെന്തായി? കുടുംബത്തിലെ ആളുകൾ ചെറിയ പെൺകുട്ടിയെ പറഞ്ഞത്, നീ പറഞ്ഞിട്ട് നീ പറഞ്ഞതുകൊണ്ടാ നമ്മൾ സമ്മതം കൊടുത്തു വീണ്ടും
നീ കുട്ടിയെയും മറ്റുള്ളവരൊക്കെ കൂടിക്കാക്കാതെ ഇതാണ് മനുഷ്യന്മാരെ ആരാധനയാണ്. എല്ലാവരും ഒരു മനുഷ്യരുടെ തലയിൽ പാടുക. എന്നിട്ട് ഒരു ചെറിയ പ്രയാസം വരുമ്പോ എല്ലാവരും കുടിച്ച് മധുരം പാടുക. സഹിക്കാൻ പറ്റില്ല മനുഷ്യന്മാർ. ഒരല്പവും സഹിക്കാൻ പറ്റില്ല. സുഖിച്ച് ജീവിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഈമാൻ കഴിയുമ്പോഴാണ് സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി മേൽപോട്ടേക്ക് കയ്യുയർത്തിയിട്ടൊരൊറ്റ ദുആ, ഇലാഹി വസയ്യിദി വമൗലായ, എന്റെ ഇലാഹായ, എന്റെ യജമാനനായ, എന്റെ സംരക്ഷകനായ അല്ലാഹ്, നീ നിന്റെ ജനങ്ങൾക്ക് ധാരാളം കൊടുക്കുന്നവൻ, ഒരിക്കലും നീ നിന്റെ ജനങ്ങളെ പാഴാക്കാത്തവൻ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാനിവരുടെ മുന്നിൽ ഇതാ കുറവാകുന്നു, എന്നെ പാഴാക്കരുത് അല്ലാഹ്. ഈ ചെറിയ കുട്ടിയുറച്ച ദ്വാ, ഈമാനോടെ ഉറപ്പോടുകൂടി ഉറച്ച ദ്വാ, ആ ദ്വാ കഴിഞ്ഞൊരൽപ്പം ഇരിക്കുമ്പോഴതാ ആ രാജ്യത്തെ രാജാവ് അതിലൂടെ വേട്ടയാടാൻ വേണ്ടി അതിന്റെ സമീപത്തുകൂടി കറങ്ങുകയാണ്. കറങ്ങുന്നതിനിടയിൽ, മലഞ്ചെരിവിലൂടെ വേട്ടയാടുന്നതിനിടയിൽ സൈന്യങ്ങളുമായി രാജാവും മന്ത്രിയും വിട്ടുപോയി. രാജാവിന്റെ കൂടെ തുച്ഛവാദികൾ മാത്രമേ ഉള്ളൂ. സൈന്യം വേറെ, രാജാവും മന്ത്രിയും വേറെ. സുബ്ഹാനല്ലാഹ്, കയ്യിലൊന്നുമില്ല. രാജാവ് കൈവലഞ്ഞവൻ ഊരിപ്പോയി. കുടിക്കാൻ വെള്ളം പോലുമില്ല. രാജാവ് ഇങ്ങനെ നടന്നു വരുന്നു. ഹാത്തമുൽ അസ്വദ് റളിയല്ലാഹുവിന്റെ വീട് ശത്രുവിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ദുനിയാവിനെ പ്രാപിക്കാതെ, ദുനിയാവിനെ സ്നേഹിക്കാതെ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ഹാത്തമുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ സമീപത്തവർ ചെന്നു. രാജാവ് ചെന്നിട്ട് അവിടുന്ന് അതാ ഒരാളെ പറഞ്ഞേക്കുന്നു. അദ്ദേഹം വീട്ടിന്റെ സമീപത്ത് എന്ന് വിളിച്ചു വരികയാണ്. എന്താ വിളിച്ചു പറയുന്നത്? അല്ലമീറും ഇതാ രാജ്യത്തിന്റെ നേതാവ് വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ്. നിങ്ങളേറ്റവും വെള്ളം തരുന്നു. ന്റെ ഭാര്യ അവിടുന്ന് നല്ലേ തല ഉയർത്തി മഹദി പറഞ്ഞു, ഇലാഹി വസയ്യിദി സുബ്ഹാനകൽ ബാരി ഹത്തബിനാ ജിലാഅൻ വൽയൂമ യഖുൽ അമീറു അലാ ബാബിനാ യസ്തസ്ഖീനാ. നിന്റെ തീരുമാനം, നിന്റെ ഭരണം, നീ പരിശുദ്ധൻ തന്നെ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്നവർ, പട്ടിണി കിടന്നവർ, ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി ഞങ്ങളുടെ വീട്ടിന്റെ സമീപത്ത് നിന്ന് വെള്ളം ചോദിക്കുന്നു. മഹദി എന്ത് ചെയ്തു? ഒരു പാത്രം ഇങ്ങെടുത്തു, ഒരൽപ്പം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചു. ആ വെള്ളം കൊണ്ട് പാത്രം നിറച്ചതിന് ശേഷം ഈ വന്നാവശ്യപ്പെട്ട ഈ ഭരണാധികാരിയുടെ അടിമതി ആ പാത്രമെന്ന് നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, വെള്ളമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കൈവശത്തിലില്ല. ഞങ്ങളുടെ കഥ ഇതാണ്. ഇന്നലെ ഞങ്ങൾ പട്ടിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തിന് ആവശ്യം വെള്ളമാണ്. അമീറിന് വെള്ളം കിട്ടി. നന്നായി മൂപ്പരവൻ കുടിച്ചു. കുടിച്ചതിന് ശേഷം ഭരണാധികാരി ഇതാരുടേതാണ് പറഞ്ഞു, ഇത് ഹാത്തമുൽ അസ്വദ് റളിയല്ലാഹുവിന്റെ വീടാണ്. ഇതൊരിക്കലും തന്നെ ഒരു പണക്കാരന്റെ വീടല്ല. ഇതൊരിക്കലും തന്നെ ഭരണാധികാരിയുടെ വീടല്ല. ഹാത്തമുൽ അസ്വദ് എന്ന പേരിൽ അറിയപ്പെട്ട അരിസീകൾ സാലിഹീകളിൽപ്പെട്ടൊരു മഹാന്റെ വീട്, ബഹുമാനപ്പെട്ട ഒരു മഹാന്റെ വീട്. ഈ രാജാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് മന്ത്രി ഉണർത്തുന്നത്, ഇന്നലെ ഈ വീട് പട്ടിണിയാണ്, ഇന്ന് നമുക്കവർക്ക് വെള്ളം തരാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. രാജാവ് ഉടനെത്തുന്നത് കേട്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ശരീരത്തിൽ അണിഞ്ഞ വലിയൊരു ബെൽറ്റുണ്ട്. ആ ബെൽറ്റിങ്ങോട്ട് അഴിച്ചെടുത്തു. വീട്ടിലേക്ക് ഒരു കൊടുത്തു. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ബെൽറ്റും നിങ്ങൾ ഒന്ന് ആ വീട്ടിലേക്ക് എറിയുക. മുഴുവനും എറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ യാത്ര പോവുകയാണ്. ആ ബെൽറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങാൻ ആളുകൾ വരുമ്പോൾ നിങ്ങൾ നല്ല വില പിടിച്ചോളൂ, ഇപ്പോൾ അവരുടെ സൂക്ഷിച്ചോളൂ. അതും പറഞ്ഞ് ഭരണാധികാരി തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസമാകുന്നതിന് മുമ്പ് ഭരണാധികാരിയുടെ വകയിൽ ഒരു മനുഷ്യൻ വന്നു.
നിങ്ങളുടെ ബെൽറ്റുകൾ, ഇന്നലെ നിങ്ങൾക്ക് ലഭിച്ച ബെൽറ്റുകൾ നിങ്ങൾ അതിൽ വിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. വലിയ സംഖ്യ കടഞ്ഞെടുത്തു. സുബ്ഹാനല്ലാഹ്, ധാരാളം പണം കയ്യിലെത്തി. അപ്പോഴാണ് ചെറിയ പെൺകുട്ടി ഒരൊറ്റ കരച്ചിലാണ്. നേരത്തെ അല്ലാഹുവല്ലേ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ബാപ്പ കൈമാറുന്നവനല്ലേ എന്ന് ചോദിച്ച കുട്ടി ഒരൊറ്റ കരച്ചിലാണ്. അവർ ചോദിച്ചു, നീ എനിക്കറിയണം, സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? അപ്പോഴാണ് ആ കുട്ടിയുടെ മറുപടി, ഉമ്മ كيف بتنا البارحة ضياء فنظر إلينا مخلوق نظرة واحدة فأغنانا بعد فقرنا فالكريم الخالق إذا نظر إلينا لا يكلنا إلى أحد طرفة عين اللهم انظر إلى أبينا وذكره بأحسن التدبير. ഈ കുട്ടി കയ്യെടുത്തതായാണ്, ഞാൻ കരഞ്ഞതിന്റെയാണ്. ഇന്നലെ പട്ടിണി കിടന്നവരുടെ നമ്മളിലേക്ക് രാജ്യം ഭരിക്കുന്നൊരു ഭരണാധികാരി നമ്മളിലേക്കൊരു നോട്ടം നോക്കിയിട്ടു ഒന്നും കയ്യിലില്ലാത്ത നമ്മളെ വലിയ ഐശ്വര്യക്കാരാക്കാൻ ആ രാജാവ് കഴിഞ്ഞില്ലേ? അദ്ദേഹം നമുക്ക് ധാരാളം തന്നില്ലേ? എന്നാൽ ആ രാജാവിനെ പടച്ച റബ്ബ്, ആകാശഭൂമികൾ പടച്ച റബ്ബ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പടച്ച റബ്ബ്, സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പടച്ച റബ്ബ്, ഉറുമ്പിനും ആനക്കും ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്, ലോകത്തുള്ള മുഴുവനും പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് നമ്മിലേക്കൊന്ന് റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അവൻ മറ്റൊരാളെയും നമ്മളെ ഏൽപ്പിക്കേണ്ടതില്ലല്ലോ. അവന് തരാൻ അവന്റെ ഖജനാവില്ലേ? എന്റെ ബാപ്പ കയ്യിലൊന്നുമില്ലാതെ പോയവരല്ല റബ്ബേ, എന്റെ ബാപ്പയേക്കും നിന്റെ നോട്ടമൊന്നു നോക്കണേ അല്ലാഹ്. നിന്റെ വീടിൽ ചെന്നെത്തി ഹജ്ജിന് വരാൻ, നിന്റെ വീട്ടിനടുക്കലെത്താൻ അതുകൊണ്ടാശിച്ച് മക്കളോടും ഭാര്യയോടും സമ്മതം ചോദിച്ചിറങ്ങിയ എന്റെ ബാപ്പയ്ക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം എന്നേ കുട്ടി ഉറച്ച പോയി. മഹാനവരെ കയ്യിലൊന്നുമില്ലല്ലോ, ബഹുമാനപ്പെട്ടവര് പോയി, ഹറാം വെട്ടിപ്പോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ രാജ്യത്ത് നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ യാത്രാ സംഘത്തിന്റെ നേതാവിനൊരു രോഗം. സുബ്ഹാനല്ലാഹ്, വൈദ്യന്മാരെന്നെ കുറെ അന്വേഷിച്ചു. യാത്രാ സംഘത്തുമായി പോകുന്ന ഒരു വൈദ്യരെയും കാണുന്നില്ല, ഒരു വൈദ്യരെയും കാണുന്നില്ല. നമ്മുടെ സ്വയത്തിന്റെ ഹജ്ജിന് വേണ്ടി കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാറുണ്ട്. 700 ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ സൗദി ഗവൺമെന്റിനെ ഇന്ത്യ രാജ്യത്തിനെയും പറഞ്ഞിട്ടുണ്ട്. 700 ആളുകളെ കൊണ്ടുപോകാൻ നമ്മൾ ഡോക്ടർമാരെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ആർക്കെങ്കിലും വല്ല രോഗവുമായാൽ അവരെ പരിരക്ഷിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ ഡോക്ടർ വേണം. കാരണങ്ങളുമായി ബന്ധപ്പെടാൻ അള്ള കൽപ്പിച്ചതാണ്. കൊടുക്കുന്നവരും തടയുന്നവരും അമ്മയാണെന്ന് ഉറപ്പിക്കുകയും വേണം. ഇരിക്കട്ടെ, ഇതുപോലെ ആ സംഘത്തിൽ ഡോക്ടർമാരൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ച് അവർ ചോദിച്ചു, ഏതെങ്കിലും ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുണ്ടോ? ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുണ്ടോ? ഹജ്ജിനും സാലിഹിൻ. അപ്പോൾ യാത്രാസംഘത്തിൽ അത് വന്ന് 40 ദിവസം കൊണ്ട് അല്ലാഹുവിന്റെ മേൽ വല്ലാതെ തവക്കുലാക്കിയ വ്യക്തിയാണ്. ദുആയിലാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ടവരെ സമീപത്തിലെന്നു ബഹുമാനപ്പെട്ടവരോട് സംഗതി പറഞ്ഞു. മഹാനവர்கள் ഉടനെ തന്നെ ഒരൊറ്റ ദുആ, അപ്പോൾ തന്നെ രോഗം മാറിപ്പോയി. ആ അമീറായ മനുഷ്യൻ ഹജ്ജിന് വേണ്ടി യാത്ര പോകാൻ ആവശ്യമായ വാഹനം, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെയുള്ള ഭക്ഷണം മുഴുവനും നേതാവ് പാസാക്കി കൊടുത്തു. അത് കിട്ടി. സന്തോഷത്തോടെ സമൃദ്ധിയെന്നും ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഇനിയോട്ട് ഇടപാട് നന്നാക്കിയാൽ നമ്മളങ്ങോട്ടും ഇടപാട് നന്നാക്കും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക,
കിട്ടിയ വിവരമാണ്. ആര് നമ്മളുമായുള്ള ഇടപാട് നന്നാക്കിയോ അവനുമായുള്ള ഇടപാട് നമ്മളും നന്നാക്കും. നമ്മുടെ മേൽ തവക്കുലാക്കി നമ്മെ സമർപ്പിച്ച് കൃത്യമായി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ച് തഖ്വയോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കാൻ റബ്ബുണ്ട് കേട്ടോ. ദുനിയാവിലും കൊടുക്കാൻ റബ്ബുണ്ട്, ആഖിറത്തിലും കൊടുക്കാൻ റബ്ബുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പുറമെ മഹാനവറുകൾക്ക് ഉറക്കിൽ തന്നെ വിവരം കിട്ടി. നിങ്ങളുടെ സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ നമ്മൾ വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. വിവരമറിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ ധാരാളം സ്തുതിച്ചു. ഹജ്ജും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ മക്കൾ സ്വീകരിക്കാൻ ചെന്നു. ചെറിയ പിഞ്ചുകുട്ടിയില്ലേ, അഥവാ ആ മക്കളെ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി. ബാപ്പ പോകട്ടെ, ബാപ്പയല്ല ഭക്ഷണം തരുന്നത് അള്ളയാണ്, ബാപ്പ നമുക്ക് ഭക്ഷണം കൈമാറുന്നവനാണ് എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയെ ബഹുമാനപ്പെട്ടവര് തിരിച്ചു വന്നപ്പോ കണ്ടപ്പോൾ പിടിച്ചു അണച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിഗാറു ഖൗമിൻ കിബാറു ഖൗമിൻ ആഫരീൻ. ചില ജനങ്ങളിലുള്ള ചെറിയവർ വലിയ ജനങ്ങളാണ്. അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളിൽ ആർക്കാണ് പ്രായം കൂടുതലുള്ളതെന്നല്ല, നിങ്ങൾ ആർക്കാണ് സമ്പത്ത് കൂടുതലുള്ളതെന്നല്ല, നിങ്ങളിൽ ആരാണ് വലിയവരായി കാണുന്നവരെന്നതല്ല. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ അറിഞ്ഞവൻ, ആരാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവൻ, ആരാണ് അല്ലാഹുവിൽ സമർപ്പിച്ചവൻ. നിങ്ങൾ അല്ലാഹുവിനെ ശരിക്കറിയാൻ ശ്രമിക്കുക. അവന്റെ മേൽ എല്ലാം തരമേൽപ്പിക്കുക. അവന്റെ മേൽ തരമേൽപ്പിച്ചവൻ അവൻ അല്ലാഹു മതി. അവിടെ വെച്ച് വന്നപ്പോൾ പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യർ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചവരാകണം. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹ്, എന്ത് സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, എന്ത് ദുഃഖം വന്നാലും ഇന്നാ ലില്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ ചിന്തയിൽ നമ്മുടെ ഖൽബിലേക്കണം. ഈമാനുള്ള മനുഷ്യൻ അവനാണ് വിജയം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയികളുടെ ഒന്നാമത്തെ സവിശേഷത ഉറച്ച ഈമാൻ. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ളവർക്ക് ചൊല്ലാൻ ദിക്ർ ഇപ്പോൾ പറഞ്ഞു തരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും മുറുകെ പിടിക്കാതിരിക്കും. ഞാനത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. പക്ഷെ നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തും. എപ്പോഴും കേൾക്കുന്നതാകുമ്പോൾ ആദ്യം നമുക്ക് അറിയുന്നതിലേ തോന്നും. ചൊല്ല നമ്മളതിനെ ഉൾക്കൊണ്ടാൽ ഫലം ലഭിക്കും. ومن كل هم فرجا ورزقه من حيث لا يحتسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ദിക്ർ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയുന്ന ദിക്ർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് വെറുതെ മനസ്സുകൊണ്ട് നാവുകൊണ്ട് പാടിയാൽ പോരാ. നാവുകൊണ്ടത് പാടിയാൽ പോരാ. മനസ്സിന്റെ അടിത്തട്ടിൽ അതിന്റെ അർത്ഥം ചിന്തിച്ച് പറയണം. ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപത്ത് നീ മാപ്പ് ചോദിക്കുന്നു, നിന്റെ മനസ്സിൽ അതാ മാപ്പ് ചോദിക്കുകയാണെന്ന മനസ്സിന്റെ മനക്കരുത്തും മനസ്സിന്റെ സാന്നിധ്യത്തോട് ചോദിക്കും. ഉസ്താദിനോട്
ഉമ്മാനോട് മാപ്പ് ചോദിക്കുമ്പോ നിന്റെ കണ്ണിൽ വെള്ളമൊലിക്കും. ബാപ്പയോട് മാപ്പ് ചോദിക്കുമ്പോ നീ മനസ്സാന്നിധ്യത്തോടെ മാപ്പ് ചോദിക്കും. അല്ലേ? നീ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുമ്പോ അത് വെറും നാവ് കൊണ്ടെങ്കിൽ ചൊല്ലി തീർക്കാനുള്ളതല്ല. മനസ്സിന്റെ അടിത്തട്ടിലുള്ള വികാരം അറിയുന്നു. റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് ബോധത്തോടെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലണം. ഞാനും നിങ്ങളും അസ്തഗ്ഫിറുല്ലാഹ് ധാരാളം ചൊല്ലുന്നു. ചിലപ്പോൾ ദിക്റിന്റെ ഹൽഖയിൽ 111 ചൊല്ലുന്നു. നിസ്കരിച്ചിട്ട് 3 പ്രാവശ്യം ചൊല്ലുന്നു. ഫലം കാണൂല. കാരണം മനസ്സിൽ നിന്ന് ചൊല്ലുന്നില്ല, നാവ് കൊണ്ട് ചൊല്ലുകയാണ്. മനസ്സറിയാത്ത പ്രവർത്തനത്തിന് ഫലമില്ല സുഹൃത്തേ. ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ചൊല്ലണം. ആ ഖൽബിന്റെ സാന്നിധ്യത്തോട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, പൊറുക്കൽ ചോദിക്കുന്നു. അത് മനസ്സറിഞ്ഞ് കണ്ണ് നനഞ്ഞ് നിങ്ങളൊന്ന് ചെയ്യൂ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ മുറുകെ പിടിക്കൂ. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. ഏത് ഇടുക്കത്തിൽ നിന്നും അല്ലാഹു തആല പുറത്തു പോകാൻ നിനക്ക് വഴി തരും. ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വഴി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ഏത് മുഷിപ്പും ദുഃഖവും ഉണ്ടെങ്കിലും അല്ലാഹു തആല നിനക്കത് നീക്കിത്തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നീ അറിയാത്ത നിനക്ക് അല്ലാഹു ഭക്ഷണം തരും. മനസ്സറിഞ്ഞ് ചൊല്ലണം, മനസ്സാന്നിധ്യത്തോടെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. കൊടുക്കുന്ന രാജാവിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്ർ. ഓ സഹോദരന്മാരെ, മറ്റൊരു ദിക്ർ അതെത്രയും നിങ്ങൾ വർദ്ധിപ്പിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയതൊരു ദിവസം 100 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു തെറ്റും ചിന്തിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം അത് ചൊല്ലി എന്ന് പറഞ്ഞാൽ ഭാവിയായ ഞാൻ എത്ര പ്രാവശ്യം ചൊല്ലണം? നമ്മൾ എത്ര പ്രാവശ്യം റബ്ബിനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയണം? പരമാവധി വർദ്ധിപ്പിച്ചോ സഹോദരിമാരെ, വർദ്ധിപ്പിച്ചോ സഹോദരന്മാരെ. നിങ്ങളെ മക്കളെ പ്രശ്നങ്ങൾ, വിസയുടെ പ്രശ്നങ്ങൾ, കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ 100 കൂട്ടം പ്രശ്നങ്ങൾ, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു തരും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തതാണ്. ആ വാഗ്ദത്തം ലംഘിക്കപ്പെടുകയില്ല. പക്ഷേ മനസ്സറിഞ്ഞ് ചെയ്യണം, ഈമാനോടെ ചെയ്യണം. അപ്പോഴേ ഫലം കാണുകയുള്ളൂ, ഇല്ലെങ്കിൽ ഫലം കാണുകയില്ല. ഒരു ദിക്ർ, മറ്റൊന്നിന്റെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ഒരു ദിക്ർ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ നിങ്ങൾക്ക് അറിയുന്ന ദിക്റേ പറയുന്നുള്ളൂ. രാവിലെ ചൊല്ലിക്കൂ 7 പ്രാവശ്യം, വൈകുന്നേരവും ചൊല്ലിക്കൂ 7 പ്രാവശ്യം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, من قال في كل يوم حين يصبح وحين يمسي. ഏതൊരു മനുഷ്യൻ വൈകുന്നേരം ചൊല്ലി വഹീന യുംസി, അതെ വഹീന യുസ്ബിഹു രാവിലെ ചൊല്ലി, വഹീന യുംസി വൈകുന്നേരവും ചൊല്ലി. എന്താ ചൊല്ലിയത്? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. അല്ല എന്നെ മതിയാക്കുന്നവനാണ്. അള്ളാഹ്ക്ക് മാത്രമേ എനിക്ക് വേണ്ടത് തരാൻ കഴിയൂ. അവൻ എന്നെ മതിയാക്കാൻ കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ തന്നെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അസീം. അവൻ മഹത്തായ അധികാരത്തിന്റെ നാഥനാണ്. അവൻ മഹത്തായ അർശ് എന്ന സൃഷ്ടിയുടെയും റബ്ബാണ്. 7 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഫാഹുല്ലാഹു തആല മാ അഹമ്മഹു മിൻ അംരി ദുനിയാ വൽ ആഖിറ. ദുനിയാവിന്റെ പ്രശ്നം അവനെന്തുണ്ടോ, ആഖിറത്തിന്റെ പ്രശ്നം അവനെന്തുണ്ടോ, അല്ലാഹു അവനത് പരിഹരിച്ചു കൊടുക്കും കേട്ടോ. ഒരിക്കലും തന്നെ മറക്കാതെ മരണം വരെ ചൊല്ലിക്കോളൂ. രാവിലെ 7 പ്രാവശ്യം,
പ്രാവശ്യം ഹസ്ബിയല്ലാഹു ചൊല്ലുക. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ 7, വൈകുന്നേരം 7 അത് ചൊല്ലാൻ എന്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പ്രത്യേകം ഉണർത്തി ഇത് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇതുപോലെ വലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. വലിയ വലിയ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിൽ രക്ഷപ്പെടുന്ന അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ശരിയായ മുഅ്മിനീങ്ങളിൽ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയ മുഅ്മിനീങ്ങളിൽ റബ്ബിനെ കണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തിൽ കാലെടുത്ത് വെക്കുന്നവരിൽ റബ്ബിനെ കണ്ടുകൊണ്ട് മാത്രം ഏതൊരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നവരിൽ അല്ലാഹ് 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 എന്ന ചിന്തയിൽ ഏത് ചലനവും ഏതടക്കവും നിയന്ത്രിക്കുന്നവരിൽ സാധുക്കളായ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതിനുള്ളൊരു തൗഫീഖിന് വേണ്ടി ഈ പാവപ്പെട്ട എനിക്കൊരു തൗഫീഖ് ലഭിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് എന്റെ സദസ്സിൽ വന്ന് എല്ലാവരോടും പ്രത്യേകം വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, പുതുവർഷം വന്നു, മുഹറം മാസം കടന്നു, അതുപോലെ ജനുവരി വന്നു. സുബ്ഹാനല്ലാഹ്, ചിലരൊക്കെ അതാ പുതുവർഷം വന്നതിനുള്ള ആഘോഷത്തിലാണ്. നമ്മൾ ആഘോഷത്തിലല്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി, ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി. ഞാൻ ഖബറിലേക്ക് ഒരു കൊല്ലം കൂടി അടുത്തുപോയി. ഞാനെന്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള കാലം എനിക്കൊരു കൊല്ലം കൂടി കുറഞ്ഞുപോയി. എനിക്ക് കുറഞ്ഞ കാലമേ എന്റെ ജീവിതത്തിലേക്കുള്ളൂ. ഈ ചിന്ത നമ്മെ ധരിക്കേണ്ട സന്ദർഭമാണിതെന്നും ഈ മുഹറം മാസം വളരെ മഹത്വമുള്ള മാസം, നോമ്പിന്റെ പ്രത്യേകതയുള്ള മാസം. ആശൂറായിന്റെ ബഹുമാന ശേഷം ഞാൻ പറയും. ആശൂറായിന്റെ അന്ന് നമ്മൾ വാല് നിർത്തിവെക്കുന്നില്ല. കാരണം അതുകൊണ്ടൊരു പ്രത്യേക പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സദസ്സിൽ നിന്നുള്ള ഒരു വലിയ ദുആയെങ്കിലും നമുക്ക് പങ്കെടുക്കാമല്ലോ. പക്ഷേ ഈ മാസത്തിന്റെ ബഹുമാനം നമ്മുടെ കൽബിൽ ഓർമ്മ വേണമെന്നും നമ്മുടെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടെന്ന ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണമെന്നും സാന്ദർഭികമായി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. കഴിഞ്ഞ കൊല്ലം അത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞാലി മുസ്ലിയാർ പലപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായി. ഇപ്പോൾ കുഞ്ഞാലി മുസ്ലിയാർ കബറിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കബറിനെ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. കുഞ്ഞാലി മുസ്ലിയാർക്ക് വേണ്ടി ഒരു സംഖ്യ സിറാജുൽ ഹുദയിലേക്ക് സംഭാവന പ്രത്യേകം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ദുബായിൽ പെട്ടെന്ന് മരണപ്പെട്ട ഇസ്മായിൽ കുടുംബത്തോട് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഉറുദുരിയിൽ മരണപ്പെട്ട ശീബോത്തിന്റെ 50 വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ മരിച്ചുപോയ പലരും കൂടി അടുത്ത് മരിച്ചുപോയ 2 ആളുകളുടെ പേര് പലരും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ ദുആ കിതാബത്തുൽ മജ്‌ലിസ് ആക്കണമേ റഹ്മാനെ. ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലണം. ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് അതിന്റെ പേരിൽ ഇന്നും നേർച്ച കൊണ്ടെത്തുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നീ ബർക്കത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. അതിനുവേണ്ടി ആര് സംഭാവനകളും നേർച്ചകളും തന്നോ അവർക്കതിന്റെ ഫലം നീ കൊടുക്കണം റഹ്മാനെ.